ആർക്കോ ഇത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സംരംഭം ഇത് തുടങ്ങിയത് 2021 അപ്പോൾ 2020 ലാസ്റ്റായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു രണ്ട് കുട്ടികൾ ഒരു ചേട്ടനും കൂടി ഒരു പാടത്തിൻ്റെ കരയിലുള്ള ഒരു കുളത്തിലേക്ക് ഇറങ്ങുകയും അനിയൻ മരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. സോളമൻ എന്നാണ് അവൻ്റെ പേര്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ, നമ്മുടെ നിരഞ്ജന വായനശാലയുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന സോളമൻ. അങ്ങനെ ആ സാഹചര്യത്തിൽ ഇവിടെ ഈ മാഷിൻ്റെ ഹരിലാൽ മാഷിൻ്റെ മഷിക്കുളമുണ്ട്, മൂത്തടുത്ത് ഹരിലാൽ മാഷിൻ്റെ മഷിക്കുളത്തിൽ ഇവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുപോയി ഈ വായനശാലയുടെ ഈ നിരഞ്ജന സാംസ്കാരിക കേന്ദ്രത്തിനും രക്ഷാധികാരിയായിട്ടുള്ള TS സജീവൻ മാഷും സജി മാഷ ആലയിൽ ഇവർ രണ്ടാളിനെ മുൻകൈ എടുത്ത് ഇവിടെ നിന്ന് മഷിക്കുളത്തിലും കൊണ്ടുപോയിട്ട് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ വായനശാല കമ്മിറ്റി കൂടിയിട്ട് പറ്റി ആലോചിക്കുന്നത്. ഇതേമാതിരി ഒരു കുളം, പുല്ലേക്കുളം എന്ന പേരിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു കുളമുള്ളപ്പോൾ ഇത്രയും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ട് വായനശാല കമ്മിറ്റി കൂടുകയും അത് ഇവിടെ ഈ കുളം ഒന്ന് വൃത്തിയാക്കി നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ കാലഘട്ടങ്ങളിൽ ആദ്യമൊക്കെ പൊതുകുളങ്ങളിലായിരുന്നു കുളിക്കലും എല്ലാവരും ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് തന്നെ കുളങ്ങളൊക്കെ നശിച്ച് കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഡേവിസ് മാസ്റ്റർ ഫണ്ടിൽ നിന്നും തുക അനുവദിപ്പിച്ച് ഇതിൻ്റെ 2 സൈഡ് കരിങ്കല്ല് കെട്ടി വൃത്തിയാക്കുന്ന ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിന് ബാക്കി ഫണ്ടും കൂടി നമ്മൾ ചുറ്റുപാടും കെട്ടി ടൈലിട്ടിട്ട് വൃത്തിയാക്കിയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഈവനിങ് വാക്കിനും ഒക്കെ ഉപയോഗിക്കാവുന്നൊരു സ്ഥിതി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ക്ലബ്ബും ഇവിടുത്തെ പൊതുപ്രവർത്തകരും മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സാഹചര്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ നീന്തൽ പഠിപ്പിക്കുന്നതും ഹരിലാൽ മാസ്റ്ററുടെ ശിക്ഷണത്തിലാണ്. അവരുടെ വളണ്ടിയേഴ്സായിട്ടുള്ള സജീവൻ അങ്ങനെ തുടങ്ങിയ ആൾക്കാർ എല്ലാവരും ഇതിന് സഹകരിക്കുന്നു. ഈ നാട്ടുകാരും ഇതിൻ്റെ നിരഞ്ജന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും വായനശാലയുടെയും നേതൃത്വത്തിലുള്ള വായനശാലയുടെ പ്രസിഡന്റ് പുഷ്പൻ ചേട്ടൻ, സന്തോഷ് അമ്പാട്ട്, ജോണി ചേതലൻ, വിജേഷ് KB, ജാക്സൺ, വത്സൻ. ഇതിൻ്റെ നമ്മളിവിടെ 2 വർഷം മുന്നേ മുതിർന്ന പൗരന്മാർക്ക് 60 വയസ്സിന് മേലെ പൗരന്മാരുടെ നീന്തൽ മത്സരം വെച്ചിരുന്നു. അതിന് ട്രോഫികൾ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ചാമ്പ്യനാണ് ശങ്കരനാരായണൻ കുറുപ്പത്തുകാട്ടിൽ ആളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രദേശത്തെ ഒരുവിധം കുട്ടികളും ഒരു 4 വർഷത്തോളം 5 വർഷത്തോളമായി നീന്തൽ പഠിച്ച് നല്ല നിലയിൽ വളർന്നു വരുന്നുണ്ട്. ഇനി ഒരു കുട്ടിക്കും ഇതേപോലെ മുതിർന്നവരായാലും കുട്ടികളായാലും നമ്മളുടെ ഈ പ്രദേശത്തു നിന്ന് വെള്ളത്തിലുള്ള അപകടത്തിൽപ്പെട്ട് മരിക്കരുതെന്നും ഉള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ നീന്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു, വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ തന്നെ സർവൈവ് ചെയ്യാനുള്ളതെല്ലാം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നീന്തും.
അതിപ്പോൾ മാഷിൻ്റെയും എല്ലാവരും ഇത് കാരണം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പേര് തീർത്ത, ഞാൻ 7th പഠിക്കണേ. ഇവിടെ കുറച്ച് വർഷമായിട്ടൊക്കെ ഞാനുണ്ട്. എനിക്കിപ്പോൾ വെള്ളത്തിനോടുള്ള പേടിയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വെള്ളത്തിൽ തൊടാൻ തന്നെ പേടിയായിരുന്നു. ബട്ട് ഇപ്പോൾ ഹരിലാൽ മാഷൊക്കെ എനിക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പേര് ഹെലേന, ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കണു. ഞാൻ ഈ കൊല്ലമാണ് ഇവിടേക്ക് ആദ്യമായിട്ട് വരണേ. പക്ഷേ ഒരു രീതിയിൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് നന്നായി. പിന്നെ ഇവിടുത്തെ എല്ലാ മാഷന്മാരുടെയും ഹെൽപ്പിൽ ഞാൻ ഒരു രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വേളൂക്കര നമ്മുടെ വേളയനാട് പുല്ലേപ്പാടത്തുള്ള ഈ കുളത്തിൽ കല്യാണം കഴിഞ്ഞ 39 കൊല്ലമായി. എനിക്ക് വെള്ളം കണ്ടാൽ പേടിയാണ്. ഞാൻ വെള്ളത്തിൻ്റെ അരുത്തൂടെ ആകെ വന്നിരുന്നത് നമ്മുടെ കാരണന്മാരുടെ വല്ല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോഴും വെള്ളത്തിലിറങ്ങില്ല. വല്ല കപ്പ് കൊടുന്നിട്ട് കപ്പ് കൊണ്ട് മുക്കി ഒഴിച്ചിട്ട് വെള്ളം കണ്ടാൽ ഒരു കുളിക്കണ ഞാനാണ്. ഇന്നിപ്പോൾ അതേ നീന്തി ഈ അറ്റം വരെ എത്താനുള്ള ഒരു സാഹചര്യം ഈ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം ഞങ്ങളെല്ലാവരും കൂടിയാണ് നമ്മുടെ ഈ നിരഞ്ജന സാംസ്കാരിക കേന്ദ്രം. അതിൽ ഹരിലാൽ മാഷയുടെ ശിക്ഷണത്തിൽ പഠിക്കാൻ പേടിച്ചിട്ട് ഞാൻ ഒളിച്ചിരുന്നു. മാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വയസ്സായില്ലേ, 10-60 വയസ്സായില്ലേ, നാണക്കേടല്ലേ ചെറിയ. പക്ഷേ ഇന്നിപ്പോൾ എല്ലാ നാണക്കേടും മാറി. ഇന്നിപ്പോൾ ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ശിക്ഷണത്തിൽ ഞങ്ങൾ കളരി പഠിക്കുന്നുണ്ട്, യോഗ പഠിക്കുന്നുണ്ട്, തിരുവാതിര ടീമുണ്ട്. അങ്ങനെ എല്ലാം ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെയുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അത് ഇനിയും നിലനിർത്താൻ ഞങ്ങളുടെ ചേട്ടന്മാരും എൻ്റെ അനിയന്മാരാണ് ഇവരൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം തരുന്നതുകൊണ്ടാണ്. എൻ്റെ പേര് ഏഞ്ചലിയ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല. പിന്നീട് വന്നപ്പോൾ എനിക്ക് കുറച്ചറിയാം. നീന്താൻ പഠിപ്പിച്ച് തന്ന എല്ലാ മാഷുമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക് യു. എൻ്റെ പേര് ഹരിലാൽ. ഞാനൊരു 20 വർഷമായിട്ട് നിലയില്ലാത്ത കുളത്തിൽ നീന്തൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങളതിനു വേണ്ടി ജീവൻ രക്ഷാ സ്വിമ്മിങ് അക്കാദമി എന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ പ്രൊജക്റ്റ് വെച്ച് ഒരു വർഷം 10 പഞ്ചായത്തുകളിലും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ആ സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ കഴിഞ്ഞ 5 വർഷമായി ഇവിടെ വരുന്നു. എല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ ഒരു ലാഭച്ഛേദമില്ലാതെ പിന്നെ ഈ ഗ്രാമത്തിലെ ഒരു സംരംഭം എന്ന് വെച്ചാൽ ഈ വായനശാല എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ എന്താ പറയുക ഒരു ഹൃദയാത്മാവുമായിരിക്കണം. എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന വായനശാലയുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ തന്നെ സാധിച്ചത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇത് ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഈ 5ാമത്തെ ദിവസം എല്ലാ വിദ്യാർത്ഥികളും വന്നിരുന്ന എല്ലാവരും ട്യൂബിൻ്റെ സഹായമില്ലാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നീന്തി എന്നുള്ളതാണ്. ഒരു കുട്ടി പോലും 5 ദിവസം കൊണ്ട് എല്ലാവരും നീന്തി. അതിന് പ്രാപ്തരാക്കുക, ധൈര്യം ഉണ്ടാക്കുക, കുട്ടികളിൽ ആത്മധൈര്യം വളർത്തുക, അതാണ് നമ്മുടെ ഉദ്ദേശം.